ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായ സാംസങ് ഗാലക്സി S9 Plusനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു ബ്രീഫ് ഓവർവ്യൂവും ഹാൻഡ്സ് ഓണുമാണ് സാംസങ് ഗാലക്സി S9 Plusനെ കുറിച്ച്. അപ്പോൾ സാംസങ് ഗാലക്സി S9 Plus ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ്. S9ഉം S9 Plusഉമാണ് സാംസങ് ഇറക്കിയത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് S9 Plus ആണ്. അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി ഡിവൈസാണ് വരുന്നത്. ഇതിൻ്റെ 6.2 ഇഞ്ച് ക്വാഡ് HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന പ്രോസസ്സറാണെങ്കിലോ എക്സിനോസിൻ്റെ 9810 ഒക്ടോകോർ ചിപ്സെറ്റാണ് വരുന്നത്. 6GB റാമും 64GB സ്റ്റോറേജുമാണ് വരുന്നത്. S8നെ പോലെ തന്നെ അല്ലെങ്കിൽ S8 Plusനെ പോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയർ പാനലിൽ കാണാം ഡുവൽ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ സാംസങ്ങിൻ്റെ S സീരീസിലെ ഫസ്റ്റ് ഡുവൽ ക്യാമറ സ്മാർട്ട് ഫോണാണ്. സാംസങ് നോട്ട് 8ൽ ഡുവൽ ക്യാമറ ഉണ്ടായിരുന്നു, പക്ഷേ S സീരീസിൽ ആദ്യമായിട്ടാണ് ഡുവൽ ക്യാമറ വരുന്നത്. ഇതിൽ 2 12 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. ഇത് പ്രൈമറി 12 മെഗാ പിക്സൽ ക്യാമറയിൽ വേരിയബിൾ അപ്പേർച്ചറാണ് വരുന്നത്. f/stop 1.5 മുതൽ f/stop 2.4 വരെ അപ്പേർച്ചർ വാല്യൂസ് ഉണ്ട്. പിന്നെ സെക്കൻഡറി 12 മെഗാ പിക്സൽ ക്യാമറ ഡെപ്ത് ഡിറ്റക്ഷനും പിന്നെ 2x ഒപ്റ്റിക്കൽ സൂമും ഇൻക്ലൂഡറാണ്. ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡറാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് പാനലാണെങ്കിൽ ഒരു ഗ്ലാസ് ഫിനിഷാണ് വരുന്നത്. ഗ്ലാസ് ആൻഡ് മെറ്റൽ ഫിനിഷാണ്. നേരത്തെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഗ്ലാസ് ഫിനിഷും വരുന്നത്. പിന്നെ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ പൊസിഷൻ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ബട്ടൺസ് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ കാണാം. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വോളിയം കീസും ബിക്സ്ബീൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെ കീയുമാണ് വരുന്നത്. ടോപ്പ് പാനലിലാണെങ്കിൽ സിം ട്രേയും സെക്കൻഡറി മൈക്രോഫോണാണ് വരുന്നത്. പിന്നെ ബോട്ടം പാനലിലാണെങ്കിൽ നമ്മുടെ USB Type-C പോർട്ടാണ് വരുന്നത്. പിന്നെ 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ് ഇൻക്ലൂഡഡ്. അപ്പോൾ അതായിരുന്നു ഡിസൈൻ ആസ്പെക്റ്റ്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. സാംസങ് S8നെ പോലെ തന്നെയാണ് ഡിസൈൻ. വലിയ മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല S8 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ S9 Plusൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം അതിൻ്റെ ക്യാമറയാണ്. പിന്നെ ഡിസ്പ്ലേയും നല്ല സുപ്പീരിയർ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കാം. ഇതിൽ ആൻഡ്രോയിഡ് ഒറിയോ ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എക്സിനോസ് ചിപ്സെറ്റാണ് ഇത് പവർ ചെയ്യുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല. സാംസങ്ങിൻ്റെ എക്സ്പീരിയൻസ് UI ആണ് വരുന്നത്. ഇതിൽ നമ്മൾ S8ൽ കണ്ട പോലെ തന്നെ ഒരുപാടധികം ഫീച്ചേഴ്സ് ഇൻക്ലൂഡറാണ്. നിങ്ങൾക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സാംസങ് S8ലെ പോലെ തന്നെ ഒരുപാടധികം ഫീച്ചേഴ്സ് ഇൻക്ലൂഡറാണ്. ഡ്യുവൽ ആപ്സും അങ്ങനെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒരുപാട് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് ഒറിയോ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. പിന്നെ 6GB റാമും 64GB സ്റ്റോറേജും ഇൻക്ലൂഡറാണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ്ങിൻ്റെ യുഐനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി പിന്നീട് പറയുന്നതാണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞ ഒരു UI ആണ്. കസ്റ്റമൈസേഷന് വേണ്ടി തീം സ്റ്റോറും ഇൻക്ലൂഡഡാണ്. പിന്നെ സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയറായ സെക്യൂർ മോഡും പിന്നെ ബാറ്ററി പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മോഡ്സും അങ്ങനെയെല്ലാം തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡാണ്. അഡ്വാൻസ് ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 1 ഹാൻഡഡ് മോഡ്, ഫിംഗർ പ്രിൻറ്റ് ജെസ്റ്റേഴ്സ്, പിന്നെ മൾട്ടി വിൻഡോ, സ്മാർട്ട് ക്യാപ്ചർ, പാം ക്യാപ്ചർ എന്ന് പറഞ്ഞ കുറേ അഡീഷണൽ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഐഡിയ. പിന്നെ ഇതിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ ക്യാമറയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. ഡ്യുവൽ ക്യാമറ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഡ്യുവൽ ക്യാമറ കൊണ്ട് നോട്ട് 8ലെ പോലെ തന്നെ നല്ല ബൊക്കെ ഷോട്ട്സ് അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡും നല്ലവണ്ണം ഇതിനകത്ത് കിട്ടാവുന്നതാണ്. അതാണ് ക്യാമറേൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അപ്പോൾ നമുക്ക് ക്യാമറയിലെ ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഡ്യുവൽ ക്യാമറ ഇതുവരെ 2 12 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. ഇതിനകത്ത് തന്നെ നിങ്ങൾ മോഡ്സ് എല്ലാം കാണുമ്പോൾ തന്നെ കാണാം. പ്രോ മോഡ്, ലൈവ് ഫോക്കസ്, ഓട്ടോ മോഡ്, സൂപ്പർ സ്ലോ മോഷൻ, അങ്ങനെ കുറേ അധികം മോഡ്സ് ഉണ്ട്. AR ഇമോജീസും ഇൻക്ലൂഡറാണ്. പിന്നെ അതുപോലെ തന്നെ സെൽഫി ക്യാമറയ്ക്കാണെങ്കിലും ഒരുപാടധികം മോഡ്സും ഇൻക്ലൂഡറാണ്. ഇതിൽ സെൽഫി ക്യാമറ 8 മെഗാ പിക്സലാണ് വരുന്നത്. പിന്നെ ഓട്ടോ ഫോക്കസും ഉണ്ട്, ഓട്ടോ HDR മോഡും ഇൻക്ലൂഡറാണ്. അപ്പോൾ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് സാംസങ് ഗാലക്സി S9 Plus കാഴ്ചവെക്കുന്നത്. ഇനി നമുക്ക് സാംസങ് ഗാലക്സി S9 Plus എടുത്ത് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം.
അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി S9 പ്ലസിൻ്റെ ഒരു ബ്രീഫ് ഓവർവ്യൂയും ഹാൻഡ്സ് ഓണുമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതൊരു പ്രീമിയം സ്മാർട്ട് ഫോണാണ്. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലോക്കൽ സ്റ്റോഴ്സിലോ അല്ലെങ്കിൽ ഓൺലൈനോ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് തരുന്ന ഫോണാണ് സാംസങ് ഗാലക്സി S9. ഡ്യുവൽ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാമറ ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എങ്കിൽ സാംസങ് ഗാലക്സി S9 പ്ലസ് തീർച്ചയായും ഒരു മികച്ച ക്യാമറ സ്മാർട്ട് ഫോണാണ്. അതുകൂടാണ്ട് തന്നെ ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസും തരുന്നതാണ്. അതുകൂടാണ്ട് തന്നെ ഇതിൽ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി S9 പ്ലസിൻ്റെ ഒരു ബ്രീഫ് ഓവർവ്യൂയും ഹാൻഡ്സ് ഓണും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.